Hi dears, welcome back to my YouTube channel. ഇന്നിവിടെ റെഡിയാക്കാനായിട്ട് പോണത് ഒരു ലഞ്ചാണ് കേട്ടോ. അപ്പോൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കാം. ആദ്യം തന്നെ രാവിലെ കുട്ടികൾക്കുള്ള പാല് കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുടിപ്പിച്ചിട്ട് രണ്ടാളെയും സ്കൂളിലേക്ക് കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ ചോറൊക്കെ ഇത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വെന്തിട്ട്. അപ്പോൾ കിട്ടിയ ഫിഷ് ചെറിയ നത്തോലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നത്തോലി ഒന്ന് തേങ്ങ അരച്ച് മീൻ കറി ആക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ നത്തോലി ഇങ്ങനെ പീര പോലെ വെക്കാറുണ്ട്, ഇങ്ങനെ ലൂസ് കൺസിസ്റ്റൻസിയിൽ വെക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ രണ്ടും അല്ലാതെ ഒരു ഇടയിൽ ഉള്ളൊരു രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. ഒരുപാട് തേങ്ങ അരയ്ക്കുന്നുമില്ല, എന്നാൽ പീരയ്ക്ക് പോലുള്ള തേങ്ങ അത്രയും പരുവത്തിലല്ല കേട്ടോ അരയ്ക്കുന്നത്. ചെറിയ രീതിക്ക് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കൊരു 4-5 ചെറുള്ളിയാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചിലവർ ഈ തേങ്ങ അരച്ച മീൻ കറിയിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല. എൻ്റെ വീട്ടിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. ഇവിടെ ചെറുതായിട്ട് മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഉലുവയും ഒരുപാട് ഇടുന്നില്ല, കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഒരു കയ്പ്പുണ്ടാവും. അതുകൊണ്ട് അത്ര ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഒഴിക്കുന്നില്ല, കുറച്ച് കട്ടിക്കാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അരച്ചിട്ടില്ല, എന്നാൽ അരയ്ക്കാതിരുന്നിട്ടില്ല, ആ ഒരു പരുവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ചെയ്യുന്നത് നൈറ്റിലത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ 12:30 വരും. അപ്പോൾ അവർക്ക് ലഞ്ച് കൊടുത്തിട്ട് ഇത് പിന്നെ ഇവിടെ ഉമ്മയ്ക്കും എനിക്ക് നൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഇത്ര കട്ടിക്കായിട്ടാണ്, എന്നാൽ പീരയുടെ പരുവത്തിനല്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ പീര ഉണ്ടാക്കുമ്പോൾ ചെറിയ രീതിക്ക് തേങ്ങയൊന്ന് ക്രഷ് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. ഇത് അങ്ങനെയല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഗെയിൻ പറയുന്നത്. പിന്നെ അതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെള്ളമെല്ലാം നമ്മൾ ഫിഷ് വെന്ത് വരുന്ന സമയത്ത് ആ വെള്ളമെല്ലാം അങ്ങ് വറ്റിക്കോളൂ കേട്ടോ. നമുക്ക് നല്ല കട്ടിക്കുള്ള കറിയായിട്ടിരിക്കും. അതിനിടയിൽ തന്നെ കുറച്ച് ജ്യൂസ് ഗ്രേപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിതൊന്ന് പുഴുങ്ങാനായിട്ട് ഒരു ബർണറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് വേവും. അപ്പം ഇവിടുത്തെ പണികളും കഴിയുമല്ലോ എന്ന് കരുതിയിട്ട് അതവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 kg ഗ്രേപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അല്ലാതെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ജ്യൂസ് അടിച്ചപ്പോൾ ഇവിടെ മോൾക്കും മോനും ലിപ്പൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൊറിച്ചിലും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഒരാൾക്ക് നാക്കിന് പ്രശ്നം. അപ്പോൾ വിചാരിച്ചു പുഴുങ്ങിയിട്ടാണെങ്കിൽ ആ പ്രശ്നമില്ല. അങ്ങനെ പിന്നെ അത് പുഴുങ്ങാനായിട്ട് ഫുള്ള് ഗ്രേപ്സ് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഈ തേങ്ങയുടെ ഈ അരപ്പിലേക്ക് 2 പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മാങ്ങയാണ് കേട്ടോ. പച്ചമാങ്ങയുടെ സീസണാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും പച്ചമാങ്ങ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനത്തെ ഈ തേങ്ങ അരച്ച മീൻകറിക്ക് മാങ്ങ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങ ഒരു ഹാഫ് എടുത്തിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനിതിലേക്ക് ഇടുന്നത് ഒരു ഹാഫ് ടൊമാറ്റോ ആണ് കേട്ടോ. അപ്പോൾ മാങ്ങ ഇടുന്നത് കൊണ്ട് ടൊമാറ്റോ ഹാഫാണ് ഇടുന്നത്. അപ്പം അതും ഒന്ന് ഇച്ചിരി വലിയ പീസായിട്ട് തന്നെയാണ് കേട്ടോ ടൊമാറ്റോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ടൊമാറ്റോയും കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് സോൾട്ടാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. സോൾട്ടും ഇട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോഴേക്കും ചോറ് കുക്കായിട്ടുണ്ടോയെന്ന് നോക്കുമായിരുന്നു കേട്ടോ. കാരണം ചോറ് ഒരു 1/4 വേവാവുന്ന സമയത്ത് ഇറക്കി റൈസ് കുക്കറിൽ വയ്ക്കും. എന്നിട്ട് നമ്മൾ ചോറ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് അത് ഊറ്റിയിട്ട് ഒന്ന് മൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ പരുവം നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് കുറച്ചും കൂടി വേവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റായിട്ട് നമ്മുടെ ഈ ഫിഷ് കറിയിലേക്ക് പുളി ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുളിവെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞു പുളിവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ മാങ്ങയും തക്കാളി ഇടുന്നില്ലേ, അതുകൊണ്ട് പുളിവെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഞാനാണെങ്കിൽ ചെയ്യുമ്പോൾ പുളിവെള്ളവും തക്കാളിയും മാങ്ങയും എല്ലാം കൂടി ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ് അതിൻ്റെ മൂന്നിൻ്റെയും
കൂടി വരുമ്പോഴത്തേക്കുള്ളൊരു പുളി ഇഷ്ടമാണ്. ഞാൻ പുളി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാത്തിനും പുളി ഇങ്ങനെ മുമ്പിൽ നിൽക്കണം. അപ്പോൾ ഉമ്മയ്ക്ക് അത്രയ്ക്ക് പുളി ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പുളി ചേർക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്രേ ചേർത്തിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. അതിന് ഇനി അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഉമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമാണ് ചട്ടി ഇങ്ങനെ റൗണ്ട് ചെയ്തിങ്ങനെ നമ്മളിങ്ങനെ കലക്കുന്ന സമയത്തൊക്കെ ചട്ടിയിൽ റൗണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ അതിൻ്റെ അരപ്പിങ്ങനെ ഇരിക്കും. അപ്പോൾ ഉമ്മയ്ക്ക് ഇങ്ങനെ 4 സൈഡും ഇങ്ങനെ കഴുകി ഇങ്ങനെ ഇറക്കി ചട്ടിക്ക് വൃത്തി ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാനിപ്പോൾ അത് ശീലമാക്കി. ഞാൻ കറി വെക്കുമ്പോഴും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന നത്തോലി ഇട്ട് കൊടുക്കാം. നത്തോലി ഇങ്ങനെ കറി വെക്കുമ്പോൾ മിക്കയിടത്തും ഇതിൻ്റെ മുള്ള് കളയും. പക്ഷേ എൻ്റെ മോൾക്ക് നത്തോലിയുടെ മുള്ളോടുകൂടി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. മുള്ള് മാറ്റിയിട്ട് കറി വെക്കുമ്പം എന്താമ്മേ മുള്ള് മാറ്റിയെന്ന് ചോദിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത്തവണ മുള്ളെടുക്കാതാണ് കേട്ടോ കറി വെക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നമുക്ക് ബർണറിലോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അടക്കറിയുടെ എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റായിട്ട് ഇതിനൊരു കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കുന്ന കറി ഇതിപ്പോൾ കട്ടിക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒഴിച്ച് കറിയായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കുന്ന രസമാണ് കേട്ടോ. അത് ഉമ്മയുടെ സ്പെഷ്യൽ രസമാണ്. ഇപ്പോൾ ഫിഷ് കറി കണ്ടില്ലേ, ആ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് രസത്തിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഉമ്മയുടെ സ്പെഷ്യൽ രസമാണ് കേട്ടോ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് കോക്കനട്ട്, ഒരു പിടി കോക്കനട്ട് ഇടുന്നോളൂ കേട്ടോ. ഒരുപാട് ഇടുന്നില്ല. ഒരു പിടി തേങ്ങയും കുറച്ച് ചെറുജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിച്ചതല്ല അല്ലാത്ത കുരുമുളകാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ കുരുമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഉമ്മ അത് അടിച്ചെടുക്കാമെന്ന് പറഞ്ഞു. ഞാനതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കുറച്ച് നത്തോലി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഉപ്പ്. അതിന് ശേഷം ഞാൻ വെള്ളത്തിന് പകരം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഫിഷ് ഫ്രൈയിൽ ആരെങ്കിലും പുളിവെള്ളം ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ പുളിവെള്ളം ചേർത്തിട്ടുള്ള ഫിഷ് ഫ്രൈക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫിഷ് ഫ്രൈക്കുള്ള മസാല അവിടെ റെഡിയാക്കി ഫിഷ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റായിട്ട് നമുക്ക് ആ രസത്തിൻ്റെ നോക്കാം. ഇപ്പോൾ രസം അത്രയും അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റായിട്ട് ഒരു പഴുത്ത തക്കാളിയാണ് കേട്ടോ ചേർക്കുന്നത്. ചെറിയ തക്കാളി മതി, പഴുത്തയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഇവിടെ പഴുത്ത തക്കാളി ഉള്ളതുകൊണ്ട് പഴുത്ത തക്കാളി ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സ്മോൾ പീസ് ആക്കണമെന്നൊന്നുമില്ല. ഇതുപോലെ ഞാൻ കുറച്ച് വലിയ വലിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉമ്മയാണ് കേട്ടോ അതെല്ലാം അരച്ചുകൊണ്ട് വന്ന് തരുന്നത്. ഉമ്മ സൈഡിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ സമയം കൊണ്ട്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നത്തോലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ, കുറച്ച് ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ആ കുറച്ച് ഒഴിക്കുന്ന വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഫിഷ് ഫ്രൈ ആയി വരികയും ചെയ്യും. ഒട്ടും തന്നെ എണ്ണ വേസ്റ്റ് ആവത്തുമില്ല കേട്ടോ. അപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറേ വേസ്റ്റ് ആകാറുണ്ട്. ഉമ്മയാണെങ്കിൽ ആവശ്യത്തിന് എടുക്കത്തുള്ളൂ. ഇപ്പോൾ ഞാനും അത് ശീലമായി വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഫ്രൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് എണ്ണ ഒട്ടും തന്നെ വേസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഫിഷ് കറിയിൽ കടുക് പൊട്ടിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫിഷ് ഇട്ട് കൊടുത്ത സമയത്ത് ഇവിടെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഈ ഫിഷ് ഫ്രൈ എടുത്തിട്ട് അവിടെ നിന്ന് മാറ്റി അപ്പുറത്തെ ബർണറിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആണ് നമ്മൾ ഫിഷ് കറിക്ക് വേണ്ടിയിട്ടുള്ള കടുകും ഉലുവയും പൊട്ടിക്കാനായിട്ട് പോണത്. എനിക്ക് കുട്ടികൾക്ക് വിളിക്കേണ്ട ടൈം 12:30 ആണ് കേട്ടോ. ഇപ്പോൾ തന്നെ സമയം ആവാനായിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കോള് വന്ന് ഞാനൊരു കോളിലായിപ്പോയി. അപ്പോൾ ടൈം ലേറ്റാവുകയും ചെയ്തു. എനിക്ക് വീഡിയോയും ഷൂട്ട് ചെയ്യാനിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് പണി തീർക്കാമെന്ന് കരുതിയിട്ട് ഞാനൊരു ചീനച്ചട്ടി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരണം കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതെടുത്തിട്ട് വെള്ളം ഒന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അഗൈൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂടായി വന്നു. അപ്പോൾ കുറച്ച് ഫിഷ് കറിയല്ലേ ഉള്ളൂ, അതുകൊണ്ട്
കുറച്ച് വെളിച്ചെണ്ണയെ ഒഴിക്കുന്നുള്ളൂ. ഇവിടെ ഉമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണ ചേർക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. വെളിച്ചെണ്ണയെന്നല്ല, സൺഫ്ലവർ ആണെങ്കിൽ പോലും ഒരുപാടൊന്നിനും ചേർക്കുന്ന ഇഷ്ടമല്ല. ഇച്ചിരിയേ ചേർക്കാറുള്ളൂ. ഞാനാണെങ്കിൽ നേരെ തിരിച്ചാണ് കേട്ടോ. എനിക്ക് എല്ലാത്തിനും ഓയിൽ കൂടുതൽ വേണം. ഉമ്മയ്ക്കാണെങ്കിൽ ഇവിടെ എല്ലാത്തിനും ഓയിൽ കുറച്ചും വേണം. അപ്പോൾ ഉമ്മ പ്രത്യേകം എന്നോട് പറയുന്നുണ്ടായിരുന്നു ഓയിൽ കുറച്ച് ഒഴിച്ചാൽ മതിയെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഓയിൽ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയാണ് കേട്ടോ ഇട്ട് പൊട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷമാണ് കേട്ടോ ഉലുവ ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കാരണം ഈ ഫിഷ് കറിക്ക് ഉലുവ ഇങ്ങനെ എണ്ണയിൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കറിവേപ്പില, ഇതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വീട്ടിലത്തെ കറിവേപ്പിലയാണ്. ഇതിനു മുമ്പ് ഒരു കറിവേപ്പില മരം ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഉണങ്ങി കേടായിപ്പോയി. പിന്നെ ചെറിയ തൈകൾ വന്ന് അതിന്ന് ചെറുതായിട്ടൊന്ന് വളർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം കറിവേപ്പില വെച്ചും അത് അപ്പോഴത്തേക്കുള്ള ആവശ്യത്തിന് എടുക്കും. അല്ലാതെ വേസ്റ്റ് ആക്കാനായിട്ട് ഇപ്പോൾ നിൽക്കത്തേ ഇല്ല കേട്ടോ. അപ്പോൾ ആ ഒരു തണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഒന്നെങ്കിൽ ഏതെങ്കിലും കറിക്ക് എടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യും. ഇപ്പം ഭയങ്കരമായിട്ട് സൂക്ഷിച്ചാണ് ഇവിടെ കറിവേപ്പില യൂസ് ചെയ്യുന്നത്. അപ്പോഴേക്കും ഫിഷ് ഫ്രൈയുടെ ഒരു സൈഡ് ഫുള്ള് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഇനി തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോഴേക്കും ഇവിടെ കടുകും ഉലുവയും അത് നന്നായിട്ട് റോസ്റ്റായി നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് കേട്ടോ. ആ സ്മെല്ല് തന്നെ ഈ ഫിഷ് കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ അതെടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിത് മിക്സ് ചെയ്യാനായിട്ട് നിന്നില്ല, കാരണം നത്തോലിയുടെ മുള്ള് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് മിക്സ് ചെയ്യാൻ നിന്നിട്ടുണ്ട്. അത് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ വന്ന് കറി എടുത്തിട്ട് അവിടെ വേറെ സൈഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞെടുത്ത് മാറ്റിയതാണ്. അപ്പോഴേക്കും ഇവിടെ നമുക്കിനി രസത്തിൻ്റെ കൂട്ട് നോക്കാം, എന്തൊക്കെയാണ് ഇതിൽ ചേർക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് ചൂടാക്കാം. ഈ ചീനച്ചട്ടി ചൂടായി വരുന്ന സമയത്ത് തന്നെ പോയിട്ട് 2 ചെറിയ അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കുരുമുളക് ഇത് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ എരിവുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു പച്ചമുളകാണ് കേട്ടോ ക്രഷ് ചെയ്തെടുക്കുന്നത്. അത് കൂടാഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ഉണക്കമുളക് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണക്കമുളക് എടുക്കുമ്പോൾ എപ്പോഴാണെങ്കിലും അതിൻ്റെ സീഡ് ഫുള്ള് കളയും കേട്ടോ. സീഡ് കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നെത്തോലി ഒരു സൈഡ് ഫുള്ള് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ ഫിഷ് ഫ്രൈ ഒക്കെ ആണെങ്കിൽ വലിയ പാടില്ല, പെട്ടെന്ന് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ ഓരോന്ന് എനിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും ഇവിടെ നമുക്കിതൊന്ന് ഓണാക്കി കൊടുക്കാം. ഇതിപ്പോൾ ഓഫായിരുന്നു കേട്ടോ, ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെയാണ് ഞാനിത് കാണുന്നത്. ചൂടാവാഞ്ഞപ്പോൾ വിചാരിച്ചു ഇതെന്താ ചൂടാവാത്തതെന്ന് നോക്കുമ്പോഴാണ് ഫ്ലെയിം ഓണല്ല എന്ന് മനസ്സിലായേ. പിന്നെ ഞാനിത് ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് രസത്തിൻ്റെ കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഈ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുകാണ് കേട്ടോ ഫസ്റ്റ് ഇട്ട് പൊട്ടിക്കുന്നത്. കടുക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് 2 ചെറിയ അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് പച്ചമുളകുമാണ് കേട്ടോ. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഓൾറെഡി ഈ രസത്തിൽ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുരുമുളകിൻ്റെ എരിവുള്ളത് കൊണ്ട് തന്നെ പച്ചമുളക് ചെറുതൊരെണ്ണം മതി, കുട്ടികളൂടെ ഉള്ളതല്ലേ. അപ്പോൾ ചെറിയൊരു പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളിയും ഒന്ന്
ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 2 ഐറ്റം ഇട്ട് കൊടുക്കാം. ഉടനെ കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാടങ്ങ് ഗോൾഡൻ കളർ ആവാൻ പാടില്ല, ടേസ്റ്റ് വ്യത്യാസം വരും. ചെറിയതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടത് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പോഴേക്കും ഇവിടെ ഫിഷ് ഫ്രൈ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഫിഷ് ഫ്രൈ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെയും മുള്ളൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. മോൾക്ക് ഈ നത്തോലിക്ക് നത്തോലി ഫിഷ് ഫ്രൈ ആണെങ്കിൽ മുള്ളോടുകൂടി കഴിക്കാനാണ് കേട്ടോ എപ്പോഴും ഇഷ്ടം. പിന്നെ ഞാൻ രസത്തിൻ്റെ ഇതിലേക്ക് 3 ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉണക്കമുളകിൻ്റെ സീഡ് ഫുള്ള് മാറ്റിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ എരിവ് കൂടുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സീഡ് കളഞ്ഞിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അതൊന്ന് റോസ്റ്റാക്കി എടുക്കാം. റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ തേങ്ങയില്ലെങ്കിൽ നമ്മൾ തക്കാളി ഇടുന്നുണ്ടായിരുന്നല്ലോ, തക്കാളി എല്ലാം കൂടി ഇട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല കട്ടി ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ കുറച്ച് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നന്നായിട്ട് കട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെയും ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും നോക്കുമ്പോഴത്തേക്കും പിന്നെയും കുറച്ച് കട്ടിയുണ്ട്. അങ്ങനെ പിന്നെ ഇതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഉപ്പ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും കുറച്ച് കട്ടി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചപ്പോഴാണ് രസത്തിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി വന്നത്. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് തിക്കും അല്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തേങ്ങ അരച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പിടി തേങ്ങയാണ് എടുക്കുന്നത് കേട്ടോ. പക്ഷേ കട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കട്ടിയൊന്ന് കുറച്ചൊന്ന് ലൂസാക്കണം, രസമല്ലേ. അപ്പോൾ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കട്ടിയോടുകൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഈ രസം എടുക്കാം. ഇവിടെ ഒരുപാട് കട്ടിക്കല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല കേട്ടോ. ഇടയിലാണ് നമ്മൾ രസം ഉണ്ടാക്കുന്നത്. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കായത്തിൻ്റെ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കായത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അതായത് ഒന്ന് പതഞ്ഞ് വരണം, തിളപ്പിക്കാൻ നിൽക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് പതഞ്ഞ് വരുന്നിടം വരെ നമുക്കൊന്ന് സിമ്മിലിട്ടിട്ട് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കായത്തിൻ്റെയും പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തതിൻ്റെ അതും എല്ലാം നല്ല സ്മെല്ലായി. രസത്തിൻ്റെ നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ രസം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി രസമാണ്. ചോറും ഈ രസം ഉണ്ടെങ്കിൽ മാത്രം തന്നെ ചോറ് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതുപോലെ ഒരു തേങ്ങ അരച്ച ഫിഷ് കറി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഈ നോമ്പൊക്കെ പിടിച്ചിരിക്കുന്നവർക്ക് നൈറ്റൊക്കെ ആകുമ്പോൾ രസമൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ തോന്നും. ഇവിടെ എനിക്കും ഉമ്മയ്ക്കൊക്കെ എപ്പോഴും നോമ്പ് പിടിച്ച് കഴിയുമ്പോൾ നൈറ്റ് നമുക്ക് ചോറ് കഴിക്കുമ്പോൾ രസം ഉണ്ടെങ്കിൽ കഴിക്കാൻ തോന്നുന്നു എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ആണ് പെട്ടെന്ന് നമ്മളിന്ന് പ്ലാൻ ചെയ്തത്. തേങ്ങ അരച്ചൊരു ഫിഷ് കറിയും പിന്നെ നമുക്ക് ഇങ്ങനൊരു രസവും വെക്കാമെന്ന് കേട്ടോ. അങ്ങനെയാണ് ഇത് ചെയ്തത്. അപ്പോഴേക്കും ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഉച്ചയ്ക്ക് വരുമ്പോൾ അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും നേരത്തെ കുട്ടി തന്നെ ചെയ്തത്. അപ്പോൾ അവർക്കുള്ളത് അവിടെ റെഡിയാക്കി. ഇപ്പോൾ രസം അത്യാവശ്യം ഒന്ന് പതഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രസത്തിൻ്റെ ഫ്ലെയിം നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ രസം. അപ്പം ഫിഷ് ഫ്രൈ എടുത്ത് ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ രസം എടുത്ത് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് രസം ഒന്ന് മാറ്റാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഉമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള രസം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഫിഷ് കറിയുടെ കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു രസമാണ് കേട്ടോ. ഇത് ആർക്കൊക്കെ അറിയാം ഇങ്ങനെയുള്ള രസം വെക്കാനെന്നുള്ളതൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ഇവിടെ എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള രസം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് കേട്ടോ ഇത്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കുറേ വെറൈറ്റി രസങ്ങൾ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ട് പഠിച്ചിട്ടുള്ളത്. അതിലൊരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു രസം എന്ന് പറയുന്നത്. ഇവിടുത്തെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. പലതരം വെറൈറ്റി ഉള്ള കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് ഓരോ വീഡിയോയിലും കാണിക്കാം. അപ്പോൾ ഇവിടെ രസം റെഡി ആയിട്ടുണ്ട്.
അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഉമ്മയ്ക്കും എനിക്കും നൈറ്റ് 10 മണിക്കാണ് കേട്ടോ ഞങ്ങളൊരു ചോറ് കഴിക്കുന്ന നോമ്പ് മുറിക്കുന്ന സമയത്ത് നോമ്പ് മുറിച്ചതിന് ശേഷം ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ഒരു 7 മണി 8 മണിയാകുമ്പം പള്ളിയിൽ നിന്ന് കഞ്ഞി കൊണ്ടുവരും. അതൊന്ന് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 10 മണിക്കാണ് ചോറ് കഴിക്കുന്നത്. ചില ദിവസങ്ങളിൽ ചോറ്, ചില ദിവസങ്ങളിൽ അപ്പം, ദോശ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് രസവും ഈ ഫിഷ് കറിയും ആയിട്ട് ചോറ് കഴിക്കാമെന്നൊരു പ്ലാനായിരുന്നു കേട്ടോ. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമ്മൾ രസവും ഫിഷ് കറിയൊക്കെ ആക്കിയത് കേട്ടോ. ഇതൊക്കെ ചെയ്തപ്പോൾ തന്നെ മക്കളെ കുറിച്ച് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. രണ്ടാൾക്കും ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ ഫിഷ് മുളക് കറി വെക്കും. മുളക് കറിയുടെ വെക്കുന്നത് മോര് കറിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഫിഷ് കറി റെഡിയായി, തേങ്ങ അരച്ച രസം റെഡിയായി, പിന്നെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് കുട്ടികൾക്ക് ഇത് തന്നെയാണ്, നൈറ്റ് ഉമ്മയ്ക്കും എനിക്കും ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് റെഡിയാവുക, കുട്ടികളെ പോയി വിളിക്കുക എന്നുള്ള ഇതിൽ ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇത്രയും ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഓടുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എത്തിയപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നും ഒരു 3 മിനിറ്റ് ദൂരമേ ഉള്ളൂ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിലാണെങ്കിൽ. അങ്ങനെ ഞാൻ ചെന്നപ്പോഴത്തേക്കും മോളെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മോൻ മേളിൽ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അവനിക്ക് 12:30 വരെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പെർമിഷൻ മേടിച്ചു, ഞാൻ പോയി കുറച്ച് ഊഞ്ഞാലാടട്ടെ എന്ന്. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞപ്പോൾ ആൾ പോയിട്ട് ഊഞ്ഞാലാടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം മോള് തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, അമ്മി ഞാൻ സ്ലോ മോഷനിൽ വരാം, അമ്മി അതൊന്ന് വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവളുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോളിങ്ങനെ സ്ലോ മോഷനിൽ വരുന്നതായിട്ട്. പിന്നെ മോൻ്റെ ക്ലാസ് കഴിഞ്ഞു, മോൻ മേളിൽ നിന്ന് ഇറങ്ങി വരായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം വീട്ടിൽ വന്നപ്പോൾ മോൻ്റെ സൈക്കിൾ ഇങ്ങനെ വെയിലത്തിരിക്കുന്നു. അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് സൈക്കിൾ കെയർ ചെയ്യും. അങ്ങനെ പിന്നെ അതെടുത്ത് തണലത്തേക്ക് എടുത്ത് മാറ്റി വെക്കുമായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ഗേറ്റിന് പുറത്തായിട്ട് കുറച്ച് പണ്ട് നമ്മളൊക്കെ കളിച്ചിട്ടുള്ള ഒരു ടൈപ്പ്, എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ഒരു സംഭവം പഠിക്കുന്ന ടൈമിൽ ഇങ്ങനെ വഴികളിലൊക്കെ നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് കളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ മോൻ എങ്ങനെ പഠിച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവൻ്റെ സ്കൂളിലും അതുപോലെ കിട്ടിയിട്ടുണ്ടാവും. അതായിരിക്കണം അവൻ ഇത്ര നന്നായിട്ട് ഇതിങ്ങനെ എടുത്തിങ്ങനെ കടിച്ച് കളിക്കുന്നത്. പിന്നെ നെക്സ്റ്റായിട്ട് ഞാൻ ചെയ്തത് നമ്മൾ ഗ്രേപ്പ് അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഈവനിങ് നോമ്പ് മുറിക്കാനായിട്ട് ഗ്രേപ്പ് ജ്യൂസ് ആക്കാം. ബാക്കി ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ നാളെ വേറൊരു ജ്യൂസ് ആക്കി കഴിഞ്ഞാൽ മറ്റന്നാൾ പിന്നെ ഗ്രേപ്പ് ജ്യൂസ് ആകാനായിട്ട് തീരെയും പാടുണ്ടാവില്ല. ജസ്റ്റ് ഐസ് വാട്ടർ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ പിന്നെ ഇതെല്ലാം കൂടി ഞാനിങ്ങനെ എടുത്തിട്ട് ജ്യൂസാക്കി ഇതുപോലൊരു കണ്ടെയ്നറായിട്ട് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കളറായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാനിത് ഒരുവിധം വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി ഷുഗർ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മുമ്പൊന്നും ഞാൻ ഷുഗർ ആഡ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യുന്ന സമയത്ത് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീരെയും പണി ഉണ്ടാവില്ല. വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ പിന്നെ ഇതുപോലൊരു കണ്ടെയ്നറിനകത്തോട്ട് ഒഴിച്ച് ഇതെല്ലാം സെറ്റാക്കി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവരും ഒന്ന് ചെയ്യുക കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫിഷ് കറിയും പിന്നെ എൻ്റെ ഉമ്മയുടെ സ്പെഷ്യൽ രസവും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.